എടോ പാലടരവി, എന്ത് വർത്താനമാണോ ഈ പറഞ്ഞത്? എന്റെ സുമാകരൻ ചേട്ടാ, ഞാൻ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. കൂടുതൽ ന്യായീകരിച്ച് മെഴുകണ്ട. താനൊരു മണ്ഡലം പ്രസിഡന്റ് ആണെന്നുള്ളത് മറക്കരുത്. ശേ, യുവാക്കളെ കോരിത്തെരിപ്പിക്കുന്നതിന് വേണ്ടി പറഞ്ഞതാ. അതിപ്പോ എങ്ങനെയാവുന്ന ആരറിഞ്ഞു? ഞാനായതുകൊണ്ട് കുഴപ്പമില്ല, പറഞ്ഞു നിൽക്കാം. പക്ഷെ ആ സി ഡി രതീശനാണെങ്കിലുണ്ടല്ലോ. അല്ല സുമാകരേട്ടാ, അത് പിന്നെ എടോ പാലടരവി, താൻ എന്നെ പറ്റിയും കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ ഫോണില്. സുമാകരേട്ടാ, അത് പിന്നെ എടോ പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോവാ, വളവളാന്ന് പറയപ്പെടുമല്ലോ, അതൊക്കെ ഒന്ന് ചിന്തിക്കണം. എടോ പാലടരവി, താനും ഒരു കാര്യം ചെയ്യും, രാജിവെച്ചു. സുമാകരേട്ടാ, ഒരു സുമാരേട്ടനും ഇല്ല. തനിക്ക് ഒരാളെ വെക്കാൻ പോവാ. ജില്ലാ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എന്റെ ഉത്തരവാദിത്വമാണ്. ഇപ്പൊ തന്നെ രണ്ടുപേര് റെഡി ആയിട്ടുണ്ട്. ഇനി അവരെ ഇന്റർവ്യൂ നടത്തി അടുത്ത മണ്ഡലം പ്രസിഡന്റ് തീരുമാനിക്കാം, അത്രേ ഉള്ളൂ. സുമാകരേട്ടാ, എന്നാ പിന്നെ ഇന്റർവ്യൂവിന് മുമ്പ് ഞാൻ ജമഗണഗണ ഒന്ന് പാടിക്കോട്ടെ? മിണ്ടരുത്, പറഞ്ഞതൊക്കെ മതി. പ്യൂൺ, ആ ഇന്റർവ്യൂവിന് ഒന്നേരം വിളിക്കും. എടോ പാലരവി, താനവിടെ ഇരി. ഇന്റർവ്യൂ നടത്തി എങ്ങനെ ആളുകൾ എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. എടോ പാർട്ടിയുടെ വലുത്, താനത് ആദ്യം മനസ്സിലാക്കും. പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്ന് പ്രവർത്തിക്കാൻ പഠിക്കണം. താനിപ്പോ കണ്ടോ? നേതാവേ, ഞാൻ യൂത്ത് വിങ്ങിന്റെ മണ്ഡലം പ്രസിഡന്റാണ്, ഷിബു കള്ളിക്കാട്ട് ഉടപ്പൻ. നേതാവേ, ഞാൻ യൂത്ത് വിങ്ങിന്റെ മണ്ഡല സെക്രട്ടറിയാ, സാബു തൂക്കുവാലത്തിങ്കൽ. രണ്ടുപേരും ഇരിക്കും. പഞ്ചായത്ത് ഇലക്ഷൻ അടുത്തിരിക്കുകയാണെന്ന് രണ്ടുപേർക്കും അറിയാമല്ലോ അല്ലേ? ഇയാൾ ഓരോന്ന് പറഞ്ഞ് കുളമാക്കിയത് നിങ്ങൾ കേട്ടതല്ലേ? അതുകൊണ്ട് ഈ ഇന്റർവ്യൂ വിജയിക്കുന്നവരായിരിക്കും അടുത്ത മണ്ഡലം പ്രസിഡന്റ്. അടുത്ത പഞ്ചായത്ത് ഇലക്ഷന് മികച്ച വിജയം കൈക്കൊള്ളുന്നതിന് പാർട്ടിയെ എങ്ങനെ സജ്ജമാക്കിയെടുക്കാം? ഷിബുവിന്റെ അഭിപ്രായം പറ. നേതാവേ, ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു കാലമാണല്ലോ. കുറെ സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പൊ നാട് നീളെയുണ്ട്. നമ്മൾ ഈ പഴഞ്ചൻ ചിന്താഗതികളിൽ നിന്നൊക്കെ മാറി ആധുനിക സ്ട്രാറ്റജികൾ കൊണ്ടുവരേണ്ട സമയം. നമ്മൾ കുറേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ ഹയർ ചെയ്യണം, വാടകയ്ക്ക് എടുക്കണം. എന്നിട്ട് അവർ വഴി നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റി ജനങ്ങളിലേക്ക് എത്താൻ അവരെ നമ്മൾ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കണം, അല്ലാതെ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. നേതാവേ, എതിർ പാർട്ടിക്കാരെ നിശിതമായി വിമർശിച്ചുകൊണ്ടും നമ്മുടെ പാർട്ടി ചെയ്യുന്ന ഓരോ കൊച്ചു കാര്യവും ഉയർത്തി കാണിച്ചുകൊണ്ടും ദിവസവും ഒരു 5 or 6 പോസ്റ്റ് ഇട്ടാൽ മതി. ഇലക്ഷന് മുമ്പ് ജനങ്ങൾ നമ്മുടെ പോക്കറ്റിൽ കിടക്കും. കൊള്ളാം, വെരി ഗുഡ്. ആരുടെ ഏട്ടുപണി? നമ്മുടെ പാർട്ടിയെ സജ്ജമാക്കാൻ സാബുവിന്റെ അഭിപ്രായം എന്താ? ഇതൊക്കെ ശ്രമിക്കാം, എല്ലാം നേതാവ് പറയുമ്പോൾ ചെയ്യാം. എന്തോ നാട്. ഷിബു, ഈ പാലട പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ നമ്മുടെ പാർട്ടി ആളിന്റെ പാർട്ടി ആയി പോകുന്നതാണ്. സുമാകരേട്ടാ, നമ്മുടെ പാർട്ടിയുടെ അംഗബലം എങ്ങനെ കൂട്ടാൻ പറ്റും? ഷിബുവിന്റെ അഭിപ്രായം പറ. നേതാവേ, ഒരു പാർട്ടിയെ സംബന്ധിച്ച് ചെറുപ്പക്കാരായ അണികളാണ് അതിന്റെ ശക്തി. ഇതിൽ ഓരോ ചെറുപ്പക്കാരനെയും നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തിനെ പോലെ കാണുക. അവന്റെ വീട്ടുകാരായിട്ടും കുടുംബക്കാരായിട്ടും അവന്റെ സുഹൃത്തുക്കളുമായിട്ടും നമ്മൾ നിരന്തരം ബന്ധപ്പെടുക. അങ്ങനെ ചെയ്യുമ്പോൾ ആ വ്യക്തികൾക്ക് തോന്നും അവൻ നമ്മുടെ പാർട്ടിയിലെ എന്തോ വലിയ സംഭവമാണെന്ന്, അവൻ വലിയ പുള്ളിയാണെന്നുള്ളൊരു തോന്നല് അവന്റെ മനസ്സിൽ കയറ്റാൻ പറ്റിയാൽ അവൻ ഓടി നടന്ന ആൾക്കാരെ പാർട്ടിയിൽ ചേർക്കും. പിന്നെ അണികൾ നിറയും. ഈ ഓഫീസോ ഇതൊന്നും മതിയാവില്ല. അതുകൊണ്ട് നേതാവേ, ഓരോ അണിക്കും അവന്റെ പ്രാധാന്യം കൊടുക്കണം. ഷിബു, കൊള്ളാം. നീ ഇത്ര നാൾ എവിടെയായിരുന്നു? ഇവിടെ പാലടേ, താൻ എന്തോ പറഞ്ഞ് ഇത് ഇല്ലാണ്ടായി പോകുന്നു. കണ്ടു പഠിക്കണോ? കാണു താൻ. ഈ കാര്യത്തിൽ സാബുവിന്റെ അഭിപ്രായം എന്താ? നേതാവേ, ശ്രമിക്കാം, പഠിക്കാം, എല്ലാം സീനിയർ നേതാക്കന്മാർ പറയുന്ന പോലെ ചെയ്യാം. ശ്രമിക്കാം, പഠിക്കാം. തന്നെ ആരാണ് സെക്രട്ടറി ആക്കിയത്? ഷിബു, ഇനി നമ്മുടെ പാർട്ടി താഴത്തേക്ക് പോയി എന്ന് വിചാരിക്കുക, എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും? നേതാവേ, ഒരു അച്ഛൻ എങ്ങനെ സ്വന്തം കുടുംബത്തിന് വേണ്ടി പണിയെടുക്കുന്നോ അതേപോലെ ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കും. നേതാവേ, എനിക്കറിയാം എൻ്റെ ഭാവി എന്ന് പറയുന്നത് ഈ പാർട്ടിയാണ്. ഈ പാർട്ടിയിൽ ഞാൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള അനുസരിച്ചിട്ടിരിക്കും എൻ്റെ ഭാവി. അല്ലാതെ ഇവിടെ ചിലർ വിടുവായിത്തരം പറഞ്ഞ പോലെ ആയിരിക്കില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ക്ഷീണം നമ്മുടെ പാർട്ടിക്കുണ്ടായാൽ ഞാൻ എൻ്റെ സ്വന്തം കുടുംബം പോലെ കണ്ട് പണിയെടുക്കും. ആ വികാരം ഞാൻ ഓരോ അണിയിലേക്കും പകർന്നു കൊടുക്കും. അങ്ങനെ ആ പാർട്ടിയെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. യാതൊരു വിധത്തിലുള്ള ലാഭേച്ഛകളില്ലാതെ, സ്ഥാനമോഹങ്ങളില്ലാതെ ഞാൻ എൻ്റെ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കും. എക്സലന്റ്, എക്സലന്റ്. കണ്ടോടോ പാലടേ. സാബു, എന്താണ് താഴോട്ട് നോക്കിയിരിക്കുന്നത്? താനാണെങ്കിൽ അവസരത്തിൽ എന്ത് ചെയ്യും? നേതാവേ, സീനിയർ നേതാക്കന്മാർ പറഞ്ഞ പോലെ ചെയ്യാം നേതാവേ. കഷ്ടം, എന്താ നാടകം ഇത്? ഷിബു, ഞാൻ സാബുവിനെ സെലക്ട് ചെയ്തിരിക്കും. ഇനി പാലടയ്ക്ക് പകരം സാബു ഈ മണ്ഡലത്തെ നയിക്കും. അയ്യോ, നേതാവിന്റെ കൈപിടിക്കാനുള്ള യോഗ്യത എനിക്കില്ല നേതാവേ. നേതാവേ, ഞാൻ കൊള്ളാനും എൻ്റെ ആശയങ്ങൾ കൊള്ളാനും എല്ലാം എക്സലന്റ് എന്ന് പറഞ്ഞിട്ടും ഈ പണി എന്നോട് ചെയ്തത് എന്തിനാ നേതാവേ? എടാ മോനെ ഷിബു, നീ ഈ ഐഡിയ വെച്ച് പോയാൽ പാർട്ടിയിലെ വലിയ ആളാവും. അപ്പം നീ എൻ്റെ കസേരയ്ക്ക് നോട്ടം വെക്കും. ഇവനാകുമ്പോൾ അങ്ങനെ ഒരു ശല്യമേ ഉണ്ടാവില്ല. അതെ അതെ, എൻ്റെ കസേരയിൽ ഞാൻ സേഫ് ആയിരിക്കും. ഒരുത്തനെ കൊണ്ട് ഫോൺ റെക്കോർഡ് വെച്ച് ഈ പാലട വെട്ടാൻ ഞാൻ പെട്ട പാട്.
സുമാകരേട്ടാ. ഷിബു, നീ ഇരുന്ന് സമയം കളയണ്ട. ഓക്കെ സാബു, നീ ചാർജ് എടു. ഓ, സാബു മോനെ, എനിക്കിട്ടെങ്ങാനും പണിതാൻ അറിയാലോ. ഇതൊക്കെ തന്നെയല്ലേ ഞാനും പറഞ്ഞത്. ഇപ്പൊ ഞാൻ ആരായി?